അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ബഹുമാനം നിറഞ്ഞ മജ്ലിസുന്നൂമ വാട്സപ്പ് കൂട്ടായ്മയിലെ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, മറ്റു സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ ഫضല് കൊണ്ട് നമ്മുടെ കൂട്ടായ്മയിൽ ഒരുപാട് ഉസ്താദുമാരെ ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങളെ മുൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിനീതനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഹബീബിന്റെ തവക്കുലിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ വിശേഷണങ്ങൾ മുഴുവൻ പറയാൻ ഈ ഉള്ളവൻ അശക്തനാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ സ്വഭാവ ഗുണങ്ങളിലും ഹബീബ് ഒന്നാമനാണ്. അതുകൊണ്ട് തന്നെ അപാരമായ തവക്കുലിനുടമയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ത്യാഗപൂർണമായ ജീവിതത്തിൽ നമുക്കത് ദർശിക്കാനുമാവും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്വയ്റ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന. നിങ്ങൾ അല്ലാഹുവിന് തവക്കുൽ ചെയ്യേണ്ട രീതിയിൽ അല്ലാഹുവിന് തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ, സർവ്വതും അല്ലാഹുവിൽ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, പക്ഷികൾക്കും പറവകൾക്കും അല്ലാഹു ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും അല്ലാഹു ഭക്ഷണം നൽകും. തഗ്ദു ഖിമാസൻ, രാവിലെ ഒട്ടിയ വയറുമായി അവകൾ തീറ്റയന്വേഷിച്ച് പുറപ്പെടുന്നു. തറൂഹു ബിത്വാന, വൈകുന്നേരത്തിൽ അവ വയറ് നിറച്ച് തിരികെ വരികയും ചെയ്യുന്നു. ഈ തവക്കുലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, അവിടുത്തെ ജീവിതത്തിലുടനീളം കാണിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന് തവക്കുലിലൂടെ സക്കീനത്ത് നൽകിയിട്ടുണ്ട്, സമാധാനം നൽകിയിട്ടുണ്ട്. ഉമ്മക്ക് അഷ്റഫുൽ അനാം മൗലിദ് പാരായണം ചെയ്യുന്നവരാണ്. അഷ്റഫുൽ അനാം മൗലിദിൽ കാണാം, ഖൗലുഹു തആല വ തവക്കൽ അലൈഹി അമറഹു ബിത്തവക്കുലി അലൈഹി. റസൂലുള്ളാഹിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുൽ ചെയ്യാൻ കൽപ്പിച്ചത് വആനസഹു ബിഖൗലിഹി തആല വഖഫാ ബില്ലാഹി വക്കീല. താങ്കൾക്ക് ബരമേൽപ്പിക്കുന്നവനാൽ അല്ലാഹു മതി എന്ന ആയത്തുകൊണ്ട് അല്ലാഹു സമാധാനം നൽകുകയാണ്. താങ്കൾക്ക് അല്ലാഹു മതി, ഏത് പ്രതിസന്ധികളിലും താങ്കൾക്ക് സംരക്ഷകനായിട്ട് അല്ലാഹു ഉണ്ട് എന്നൊരു സമാധാന വാക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് തന്നെ ശറഫുൽ അനാം മൗലിദിൽ പറയുന്നു, മഅനാ വക്കീലൻ ഐ ഹാസിലൻ, സംരക്ഷകനാണ്. സർവ്വ ആപത്തുകളിൽ നിന്നും അല്ലാഹു താങ്കളെ സംരക്ഷിക്കും. ഈ തവക്കുലും അല്ലാഹുവിന്റെ സംരക്ഷണവും നമുക്ക് ഹബീബിന്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. അവിടുത്തെ തവക്കുലിന്റെ ആഴം മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നളർതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീന അലാ റൂസിന വനഹ്നു ഫിൽ ഗാരി. ഞാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ച സമയത്ത് ശത്രുക്കൾ ഞങ്ങളുടെ ഗുഹാമുഖത്തിൽ നിന്നിലൂടെ നടന്നു പോയപ്പോൾ ഞാൻ ഹബീബിനോട് ചോദിച്ചു പോയി, നബിയെ, യാ റസൂലല്ലാഹ്, ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി അബ്സറന തഹത ഖദമൈഹി. നബിയെ, അവരെങ്ങാനും അവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവര് നമ്മെ കാണുമല്ലോ, ശത്രുക്കൾ നമ്മെ കാണുമല്ലോ. ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ അബൂബക്കർ, മാ ലന്നക ബിസ്മൈനി അല്ലാഹു സാലിസുഹുമ.
നമ്മൾ രണ്ടുപേരിലപ്പുറം മൂന്നാമനായിട്ട് അള്ളാഹു ഉണ്ടായിരിക്കെ താങ്കൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? അള്ളാഹു നമ്മെ സംരക്ഷിക്കുമെന്ന തവക്കുലാണ് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ കാണിച്ചത്. ഈ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, യുഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി എന്ന ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഈ സംഭവമാണ്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തവക്കുൽ കാരണം അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുണ്ട്. മഹാനായ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, قال غزونا مع رسول الله صلى الله عليه وسلم غزوة قبل نجد. നജിദിന്റെ ഭാഗത്തിലേക്ക് ഒരു ദിവസം ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു ഞങ്ങൾ. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വിശാലമായ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ മരത്തിന് ചുവട്ടിൽ റസൂലുള്ളാഹി വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ഹബീബിന്റെ വാള് ആ മരത്തിലെ ഒരു കൊമ്പിൽ തൂക്കിയിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വിശ്രമിക്കാനിരുന്നു. സഹാബികളൊക്കെ അതുപോലെയുള്ള മരത്തണലിൽ വിശ്രമിക്കുവാൻ വേണ്ടി മരങ്ങൾ തേടി അവർ നടന്നു. അങ്ങനെ പലരും പല മരത്തണലുകളിലായിട്ടിരുന്നു. ഹബീബ് ഈ ഒരു മരത്തിന്റെ ചുവട്ടിൽ വാള് തലക്ക് മുകളിൽ മരത്തിന്റെ മുകളിൽ ഒരു കൊമ്പിലായി തൂക്കിയിട്ടുകൊണ്ട് ഹബീബും ഇരുന്നു. ബാക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റജുലൻ അതാനി വ അന നായിമുൻ. ഞാൻ ആ മരത്തിന് ചുവട്ടിലിരുന്നു കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഒരു അയറാബി വന്നു. ഫഅഖദ സൈഫ, അയാൾ വാളെടുത്തുകൊണ്ട് ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്തയഖൽതു വഹുവ ഖായിമുൻ അലാ റഅസി. ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ആ മനുഷ്യൻ എന്റെ മുമ്പിൽ വാള് ചുഴറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, മിന്നി, എന്നിൽ താങ്കളെ ആര് സംരക്ഷിക്കും? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹ്, എന്നെ അല്ലാഹു സംരക്ഷിക്കുമെന്ന്. രണ്ടാമതും ആ മനുഷ്യൻ ചോദിച്ചു, മിന്നി, എന്നിൽ നിന്ന് ആര് നിങ്ങളെ സംരക്ഷിക്കും? അല്ലാഹ് എന്ന് രണ്ടാമതും മൂന്നാമതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ അല്ലാഹ് എന്ന തവക്കുല്, അല്ലാഹു എന്നെ സംരക്ഷിക്കുമെന്ന തവക്കുലിന്റെ ധ്വനി കേട്ടപ്പോൾ ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും വാള് കയ്യിൽ നിന്നും ഊരിപ്പോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉഹദ് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്ന വൃത്താന്തം മുസ്ലിം സൈന്യത്തെ ആകെ പരിഭ്രാന്തരാക്കി നിൽക്കുന്ന സമയം. ആ സമയം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളായ 12 സഹാബികളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുകയാണ്. ആ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ മഹാനായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ശത്രു സൈന്യം ഈ 12 പേരടങ്ങുന്ന അൻസാരികളായ സഹാബികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അടുത്തെത്തിയപ്പോൾ, അവരെ നേരിടാനെടുത്തപ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ബിൽ ഖൗമി, ഈ സൈന്യത്തെ നേരിടാൻ ആരാണ് ഈ കൂട്ടത്തിൽ ധൈര്യമുള്ളത്? ആർക്കാണ് അതിന് ധൈര്യമുള്ളത്? ആരാണ് അതിന് തയ്യാറായിട്ട് നിൽക്കുന്നത്? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ പോവാം, ഞാനുണ്ട് അവരെ നേരിടാൻ, ഞാൻ നേരിട്ട് കൊള്ളാം. ഹബീബ് പറഞ്ഞു, കമാ അൻത, ത്വൽഹ, താങ്കൾ അവിടെ തന്നെ നിൽക്കണം. മറ്റൊരു സഹാബി പറഞ്ഞു, ഞാൻ നേരിടാമെന്ന്. അങ്ങനെ ആ സഹാബി ശത്രുക്കളോട് പൊരുതി ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, മല്ലിൽ ഖൗമി, ആരാണ് ഇനി ഇവരെ നേരിടാനുള്ളത്? ത്വൽഹ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, ഞാനൊരു നബിയെ. അങ്ങനെ 11 അൻസാരികളും ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, കമാ അൻത, താങ്കൾ അവിടെ തന്നെ നിൽക്കണം.
അങ്ങനെ മറ്റൊരു സഹാബിയെ പറഞ്ഞയച്ചു. അങ്ങനെ 11 അൻസാരികളും ആ ശത്രുക്കളോട് പൊരുതി ഷഹീദായി. ഹത്താ ബഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മാത്രം ബാക്കിയായി ആ കൂട്ടത്തിൽ. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിച്ചു, മൻലിൽ ഖൗമി, ഇനി ആരാണ് ഈ സൈന്യത്തെ നേരിടാനുള്ളത്? ത്വൽഹ പറഞ്ഞു, നബിയെ, ഞാൻ പോകാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകി. ത്വൽഹ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലിറങ്ങി ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടി. ഈ സമയം മുസ്ലിം സൈന്യം ഹബീബിനെ തെരഞ്ഞുകൊണ്ട് ഹബീബ് വഫാത്താക്കപ്പെട്ടെന്ന വാർത്ത, ആ ഒരു വാർത്ത അവരെ പരിഭ്രാന്തരാക്കി. ഹബീബിനെ അന്വേഷിച്ചുകൊണ്ട് അവർ തെരഞ്ഞു നടന്നു. അങ്ങനെ അവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലെത്തി. എല്ലാം തന്റെ നാഥനിൽ തവക്കുലാക്കി തനിച്ചു നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് സഹാബികൾ എത്തിയപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കണ്ട, ത്വൽഹ യുദ്ധക്കളത്തിലിറങ്ങി പോരാടുന്നുണ്ട്, നിങ്ങൾ ത്വൽഹയെ സഹായിക്കണമെന്നാണ്. യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ മുമ്പിലും ഹബീബ് അവിടെ തനിച്ചായിട്ട് പോലും അള്ളാഹു തന്നെ സംരക്ഷിക്കുമെന്ന ധൈര്യത്തോടുകൂടി, ആ തവക്കുല് പൂർണ്ണ അർപ്പണബോധത്തോടുകൂടി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ ഹബീബിന് അള്ളാഹു സംരക്ഷണം നൽകി എന്ന ആ ഖുർആനിക വാക്യം അന്വർത്ഥമാവുകയാണ്. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ, സർവ്വതും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഫഹുവ ഹസ്ബുഹു, അവന് അള്ളാഹു മതി, എല്ലാം അവന് സംരക്ഷണം നൽകും. വകഫാ ബില്ലാഹി വക്കീല, അള്ളാഹു മതി, താങ്കൾക്ക് സംരക്ഷകനായിട്ട് അള്ളാഹു മതി. ഇത്തരം ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ ഹബീബിന്റെ തവക്കുലിനെ കുറിച്ചും നമ്മോട് തവക്കുലിന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഖുർആനിലും ഹദീസുകളിലും കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പരിപൂർണ്ണ ബലമേൽപ്പിക്കുന്ന, പരിപൂർണ്ണ തവക്കുലുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.